24 ചീഫ് എഡിറ്ററിനും എഡിറ്ററെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. ബിജു നെടുമൺകാവ്, MV പ്രദീപൻ, പ്രതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കൊച്ചി സൈബർ പോലീസ് അറിയിച്ചു. ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ ബിജു നെടുമൺകാവ്, MV പ്രദീപൻ, പ്രജീഷ് എന്നിവരെയാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ 3 പേർക്ക് പുറമെ അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച ജയകുമാർ അയ്യംകുന്ന് കൊട്ടാരക്കര, റഷീദ് പുത്തൻപുരയിൽ, പാച്ചേനി രാമചന്ദ്രൻ എന്നിവരും കേസിൽ പ്രതികളാണ്. കലാപാഹ്വാനം, സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്യൽ തുടങ്ങി BNS-ലെയും KP ആക്ടിലെയും വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ വൈകാതെ ഉണ്ടാകുമെന്ന് സൈബർ പോലീസ് അറിയിച്ചു. 24 കൊച്ചി. അമൽ സുരേന്ദ്രനുടെ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അമൽ, ഇപ്പോൾ ഇതിൽ 3 പേരാണല്ലോ പിടിയിലായിട്ടുള്ളത്. മറ്റുള്ളവരെ പോലീസ് ഇപ്പോൾ അവരെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അമൽ? ഉന്മേഷ്, ഏതായാലും ആശ്വാസകരമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുറേ നാളുകളായിട്ട് നമ്മുടെ സൈബർ ഇടങ്ങളിലെല്ലാം സമൂഹത്തിൽ സർവ്വസമ്മതരായിട്ടുള്ള വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, അധിക്ഷേപ കമന്റുകൾ എല്ലാം പരക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രതിഭ MLA-യുടെ മകൻ ഉൾപ്പെട്ട കേസ് സമൂഹത്തിൽ ഉയർന്നു വരികയും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ 24-നെതിരെയും 24 ചീഫ് എഡിറ്ററായ ശ്രീകണ്ഠൻ നായർക്കും കുടുംബത്തിനുമെതിരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ പലയിടങ്ങളിൽ നിന്നും സൈബർ ഇടങ്ങളിൽ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനെ നിയമപരമായി തന്നെ നേരിടുന്ന സമീപനമായിരുന്നു 24 ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 3 പേരെ എറണാകുളം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ബിജു നെടുമൺകാവ്, MV പ്രദീപൻ, പ്രജീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കൂടാതെ മറ്റു 3 പേരെ കൂടി വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ്. ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ BNS വഴിയും KP ആക്ട് വഴിയും കർശനമായിട്ട് തന്നെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കലാപാഹ്വാനം പോലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ജയകുമാർ അയ്യംകുന്ന്, റഷീദ് പുത്തൻപുരയിൽ, പാച്ചേനി രാമചന്ദ്രൻ എന്നിവരാണ് ഇനി പിടികിട്ടാനുള്ളത്. ഇവരുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.